ചിക്കനെല്ലാം കഴിച്ചിട്ട് അമ്പലത്തിൽ പോവാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ചിക്കൻ തന്നെ പ്രസാദമായി കിട്ടുന്ന ഒരു അമ്പലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ ശ്രീ തിരുവർക്കാട്ടുകാവ് ഭഗവതി ക്ഷേത്രം അഥവാ കണ്ണൂർക്കാരുടെ സ്വന്തം മാടായിക്കാവിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ഭദ്രകാളി ക്ഷേത്രം നമ്മുടെ ഈ മാടായിക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഭദ്രകാളിക്ക് ശാദേവിറ്റ് പ്രകാരമുള്ള പൂജയുടെ ഭാഗമായാണ് ഈ ചിക്കൻ നമുക്ക് പ്രസാദമായി നൽകുന്നത്. ശത്രുസംഹാര പൂജയും അകപൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഈ വഴിപാട് കഴിപ്പിച്ചാണ് നല്ല കുരുമുളകിലിട്ട ചിക്കനും പയറും അതുപോലെ മറ്റൊരു ഇലയിൽ നമുക്ക് പായസവും പ്രസാദമായി കിട്ടുന്നത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചു നല്ല ഫോട്ടോകളും എടുത്ത് മാടായിപ്പാറയിലെ പ്രകൃതി രമണീയതയും കണ്ട് അതും പകർത്തി ഞങ്ങൾ വിശക്കുന്നവന് ഭക്ഷണമായി വിഷമിക്കുന്നവന് ആശ്വാസമായി നിലകൊള്ളുന്ന ഒരമ്മയുണ്ട് ചെറുകുന്നിൽ, ശ്രീ അന്നപൂർണേശ്വരി ദേവി. ദിവസവും 2 നേരം അന്നപ്രസാദം കിട്ടുന്ന ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ എത്തിയത്. അവിടെ ഇപ്പോഴും പഴയ രീതിയിൽ ഇലവെച്ച് മുറത്തിൽ ചോറ് വിളമ്പിയാണ് അന്നം കൊടുക്കുന്നത്. അവിടെ നിന്ന് ആ അന്നദാനവും കഴിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കോളേജിലേക്ക് മടങ്ങി.